ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ നോമ്പ് 29 കിട്ടിയുള്ളൂ, 30 കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ തലേന്നുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾ തലേന്ന് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ കൂടെ വ്ളോഗിൽ വേറെ ആളും കൂടി ഉണ്ട്. സംഭവം മൂപ്പര് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങെടുത്ത് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. കണ്ണാടീൻ്റെ മുകളിൽ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ പെരുന്നാൾ അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ പെരുന്നാൾ തലേന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം പ്ലാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഈദ് വ്ളോഗാണ് എടുക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ ഒരു വ്ളോഗ് കൂടി നമുക്ക് എടുക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇപ്പം മാസം കണ്ടു എന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് തെക്കുബീറൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് നമുക്ക് നോക്കാം. അങ്ങനെ നോമ്പ് 30 കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെ വിചാരങ്ങളൊക്കെ തെറ്റിപ്പോയി. നോമ്പ് 29, 30 അന്ന് പെരുന്നാളും ആയി. അങ്ങനെ ഉപ്പ വിത്തർ സക്കാത്തിൻ്റെ അരി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ അരി വാങ്ങിയിട്ട് അളക്കലാണ് കേട്ടോ, വീട്ടിൽ കൊണ്ടുവന്നിട്ട് അളന്നിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേങ്കിൽ ഇത്തവണ നമ്മൾ അളവിലൊരു വ്യത്യാസം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി അളന്നിട്ട് ആണ് നമ്മൾ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് അവിടെ അയാനുണ്ട്. അയാൻ എന്താ പരിപാടി എന്ന് വെച്ചാൽ അയാൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈദ് മുബാറൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മൈലാഞ്ചിടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അത് ഇടയ്ക്ക് സിദാൻ്റെ ചെവിട്ടി കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മോനെ ഈദ് മുബാറക്ക് പറയടാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിത്തർ സക്കാത്തിൻ്റെ അരിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് അയാൻ്റെ അടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് മയക്കും കൊണ്ട് പോയതാണ്. ഒരു ഈദ് മുബാറക്ക് നിങ്ങൾക്ക് അവൻ്റെ വാക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എങ്കിൽ അയാനുള്ള പൊടിയും ഈദ് മുബാറക്ക് പറഞ്ഞില്ല കേട്ടോ. അയാൻ ഈദ് മുബാറക്ക് പറയാനാണെങ്കിലും ഹലോ ഗൈസ് പറയാനാണെങ്കിലും ടാറ്റ ബൈ ബൈ സി യു പറയാനാണെങ്കിലും ഒക്കെ ഒരു മൂഡ് വേണം ഗൈസ്. അതുകൊണ്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാനിവിടെ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. നാളെ പെരുന്നാളാണല്ലോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ അങ്ങനെ തന്നെ കേട്ടോ, പെരുന്നാളിൻ്റെ തലേന്ന് ആണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മയായത് നമ്മൾ മൈലാഞ്ചി വാങ്ങിയില്ല എന്നുള്ളത്. അങ്ങനെ ഉപ്പനോട് പറഞ്ഞപ്പോൾ ഉപ്പ് പിന്നെയും പോയിട്ട് മൈലാഞ്ചി വാങ്ങിയിട്ട് കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഉപ്പ പിന്നെയും പുറത്തേക്ക് പോയി ഉപ്പാൻ്റെ ഡ്രസ്സിൻ്റെ ശീല അടിച്ചിട്ട് ഷർട്ട് വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഉപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിനല്ല കേട്ടോ, കുറച്ച് കമ്പിത്തിരിയും മത്താപ്പും പൂത്തിരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചിട്ട് മൂപ്പർക്ക് ഉഷാറായിട്ട് കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മൂപ്പർ നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഇത് കത്തിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ഇതെല്ലാം കണ്ടിട്ടില്ല കൂടി പേജാറായി. അങ്ങനെ മൂപ്പർ അകത്തേക്ക് കൂടി അവസാനം ഞാനും ഉപ്പയും കൂടി ഇതൊക്കെ കുത്തിന് കത്തിച്ചിട്ടോ. സാധാരണ നമ്മളിതൊന്നും കത്തിക്കാറില്ല. പിന്നെ മക്കളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഒരു രസമായിക്കോട്ടെ വിചാരിച്ചിട്ട് കത്തിച്ചാണ് കേട്ടോ. അത് ഉപ്പനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. മത്താപ്പല്ല പൂത്തിരി ആദ്യം കത്തിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചുറ്റിപ്പോയി. പിന്നെ കുറേ നേരം ശ്രമിച്ചതിന് ശേഷമാണ് ഇത് കത്തിയത് കേട്ടോ. പിന്നെ ഞാൻ ഈ കയറിൻ്റെ സാധനമൊക്കെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കത്തിക്കാൻ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം ഇതൊക്കെ തീർച്ച അവസാനം എനിക്ക് ഡാമേജ് വരുമെന്നുള്ള നല്ല പേടി ഉണ്ടാവില്ലുണ്ട് എപ്പോഴും. അങ്ങനെ കുറച്ചൊക്കെ കത്തിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ കത്തിക്കാൻ പറഞ്ഞിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കയറിപ്പോടെ അകത്ത് കത്തിക്കുന്ന സമയത്ത് ഒന്നിന് വരെയും ചെയ്യാണ്ട് ഓനിപ്പോൾ കത്തിച്ച് കഴിഞ്ഞോ ചോദിച്ച് വന്നേക്കാണ് കേട്ടോ. സംഭവം എനിക്ക് പേടിയായിട്ടാണ്, ചെറിയ മക്കളല്ലേ. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു എൻജോയ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ധാരണ തെറ്റിപ്പോയി കേസ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉപ്പ ഡ്രസ്സ് അടിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നോക്കുകയാണ്, ഞാൻ ഉത്താത്തി അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷർട്ടൊക്കെ സെറ്റായിട്ടുണ്ട് കേസ്. ഇനി ഇത് ഇട്ടിട്ടൊക്കെ ഉപ്പാനെ ഇൻഷാല്ലാ പെരുന്നാളിനന്ന് കാണാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതായി 11 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അയാനെ വേഗം കൊണ്ടുപോയി കിടത്തി ഉറക്കി. ഇനി നമ്മൾ അരങ്ങത്തേക്ക് ഇറങ്ങുകയാണ് കേസ്. വേറൊന്നുമില്ല, ചെറിയ ചെറിയ പണികളൊക്കെ കഴിച്ച് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ നാളത്തേക്കുള്ള ചിക്കൻ കറി ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്, ആ പ്രിപ്പറേഷനിലാണ്. ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതൊക്കെ വഴറ്റി അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ട് നമുക്ക് നാളെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒക്കെ മുറിക്കാൻ പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് എനിക്ക് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ തോലൊക്കെ ഉരിച്ചിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ ഉരിച്ചിട്ട് എടുത്ത് വെച്ച് പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ പരിപാടി. സംഭവം എന്താ വെച്ചാൽ സാധാരണ ഒരു 8ാം ക്ലാസ് പഠിക്കുന്നവരെയൊക്കെ എന്താ പറയുക, മാസം കണ്ടാൽ തന്നെ അപ്പം തന്നെ മൈലാഞ്ചി ഇരുന്ന വീട്ടിലേക്ക് പോയിട്ട് ക്യൂ നിൽക്കും ഗൈസ്, മൈലാഞ്ചിയുടെ കൈ നിറച്ചിടാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ആ മൈലാഞ്ചി ഇടുന്ന ഇത്താത്ത കല്യാണം കഴിച്ച്
കഴിച്ച് പോയതിന് ശേഷം ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ എന്താ പറയുക, അറിയുന്ന രീതിയിൽ അങ്ങോട്ട് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ തന്നെ കുറച്ചൊക്കെ ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാനും ഇത്താത്തയും മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. എനിക്ക് ഇത്താത്തക്ക് ഞാനും ഇട്ട് കൊടുക്കുകയാണ്. വലത്തെ കൈമൽ നമ്മളിടും, ഇടത്തെ കൈ വെച്ചിട്ട്. പക്ഷേങ്കിൽ ഇടത്തെ കൈമൽ നമ്മളിടും, വലത്തെ കൈ വെച്ചിട്ട്. പക്ഷേങ്കിൽ വലത്തെ കൈമൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഹയാനക്ക് കുറച്ച് മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. സിദാൻ്റെ ഫസ്റ്റത്തെ പെരുന്നാളാണ്. അങ്ങനെ നമ്മളെ മൈലാഞ്ചി പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് സമയം എത്രയെന്ന് അറിയോ? 5 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാം, ഇപ്പം 3:33 കണ്ടത്. അത് പകുതി ഇട്ടിട്ടേ ഉള്ളൂ, ബാക്കി പകുതി ഇടാൻ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 8 കഴിഞ്ഞപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ ഓരൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പയും മക്കളും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് 5 മണിയായിട്ടുണ്ടായിരുന്നു കേസ്. 5 മണിക്ക് എണീച്ചിട്ട് ബാക്കി പണി നോക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ നമ്മൾ 5 മണിക്ക് മൈലാഞ്ചി ഇട്ടിട്ട് പോയി കിടന്നുറങ്ങി. ഇനി ബാക്കി വീഡിയോ അടുത്ത ഈദ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.